പ്രണാമം ദേവി. പ്രപഞ്ച പരിപാലകനായ വിഷ്ണുദേവനും സൃഷ്ടാവായ ബ്രഹ്മദേവനും പ്രണാമം. പ്രപഞ്ച പരിപാലനത്തിനും ദേവകാര്യത്തിനുമുള്ള ദേവിയുടെ സന്നദ്ധത ഏവർക്കും മാതൃകയായിരിക്കും. ദൈവകാര്യങ്ങൾക്ക് സ്വയം സമർപ്പിക്കുന്നതിലുള്ള ആനന്ദം അത് അതിവിശിഷ്ടം തന്നെയാണ് ദേവ. നന്ന്. ഭണ്ഡാസുര നിഗ്രഹത്തിന് ഭവതിയുടെ ഈ ജന്മം അനിവാര്യമാണ്. വരൂ, മഹാദേവനെ വരിക്കാൻ സമയമായി. അല്ലയോ മഹാദേവ, വന്നാലും നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ പ്രാപ്തിയും വഴിയും ഉണ്ടാകട്ടെ. ഭണ്ഡാസുര നിഗ്രഹത്തിനുള്ള വഴിയൊരുങ്ങട്ടെ. എല്ലാം ശുഭമാകട്ടെ. മംഗല്യമുഹൂർത്തമാകുന്നു. മഹാദേവൻ ഉപവിഷ്ടനായാലും. ദേവന്മാരെ ഭീരുക്കളെന്ന് വിളിച്ച് ആക്ഷേപിച്ചവനല്ലേ നീ? ശക്തരിൽ ശക്തനെന്ന് വീമ്പിളക്കി നടക്കുന്ന നിനക്ക് കേവലം ഒരു സ്ത്രീയുടെ കരുത്ത് കണ്ട് ഭയം തുളിക്കാൻ ലജ്ജയില്ലേ? നിരായുധനായ നീ വിഷമിക്കണ്ട. നിനക്ക് നാം മറ്റൊരു തൃശൂലം തന്നെ നൽകാം. നമുക്ക് ശക്തിയുടെ മാറ്റുരയ്ക്കാം. വെല്ലുവിളിക്കുന്നു നിന്നെ. ധൈര്യത്തിന്റെ, അഭിമാനത്തിന്റെ ഒരു കണികയെങ്കിലും നിന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോരിന് വരൂ ഭണ്ഡാസുര. വരില്ലേ? ലളിതാംബികയാൽ വർജിക്കപ്പെടേണ്ടവനല്ല ഭണ്ഡാസുരൻ, വധിക്കപ്പെടേണ്ടവനാണ് ഭണ്ഡാസുരൻ. നീ വന്നില്ലെങ്കിൽ വരുത്തിയിരിക്കും. ഈ ഉഷ്ണം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ.
നാരായണ നാരായണ. ഭണ്ഡാസുരന്റെ കഥ കഴിഞ്ഞതോടെ ദേവഗണങ്ങൾക്ക് ആസ്ഥാനവും തിരിച്ചു കിട്ടി, പൗരുഷ നഷ്ടഭയവും മാറിക്കിട്ടി. കൂടുതൽ ഊർജ്ജസ്വലരാകേണ്ട ദേവന്മാരെന്തേ വിഷണ്ണരായി നിൽക്കുന്നു? ത്രികാലജ്ഞാനിയായ അങ്ങന്തേ അജ്ഞനെ പോലെ സംസാരിക്കുന്നു. ഭണ്ഡാസുര വധം കഴിഞ്ഞ് ശരിക്കൊരു ആശ്വാസ വീർപ്പ് അയക്കും മുമ്പേ മറ്റൊരു ദുരന്തമല്ലേ അരങ്ങേറിയിരിക്കുന്നത്? മഹാദുരന്തം. ലളിതാംബികാ ദേവിയുടെ കോപം മൂർധന്യത്തിലെത്തിയിരിക്കുകയല്ലേ? സംഹാരഭാവമെടുത്തണിഞ്ഞ് താണ്ഡവ നൃത്തത്താൽ പ്രകൃതിയുടെ താളം തെറ്റിയിരിക്കുന്നു. ദാക്ഷായണി ജീവത്യാഗം ചെയ്തപ്പോ ശ്രീപരമേശ്വരനുണ്ടായ കോപത്തേക്കാൾ അധികരിച്ചിരിക്കുന്നു ദേവീ കോപം. സത്വര പരിഹാര മാർഗം കണ്ടെത്തി ദേവീ കോപം അകറ്റിയില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാകും മാമുനെ. പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ദേവന്മാർ മൗനം പാലിക്കുമ്പോൾ വെറുമൊരു മുനിയായ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? നാരായണ മാമുനെ. നാരായണ. മാമുനെ, ഭണ്ഡാസുരവധം നടക്കാൻ വേണ്ടി വിലപ്പെട്ട ഉപദേശങ്ങളും ഉപകാരങ്ങളും ചെയ്തു തന്ന മഹാമനസ്കനാണങ്ങ്. ദേവീകോപം അകറ്റാനുള്ള ഒരു മാർഗവും അങ്ങ് തന്നെ ഉപദേശിച്ചാലും. പലർക്കും ദുർബുദ്ധി ഉപദേശിക്കുന്ന അങ്ങ് ഇക്കാര്യത്തിലെങ്കിലും ഞങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചാലും. ലളിതാംബിക ദേവിയാണെങ്കിലും ദേവിയും സ്ത്രീവർഗത്തിൽപ്പെട്ടതല്ലേ? ലളിതാംബിക കഠിനാംബികയായാൽ കോപം അകറ്റുക ക്ഷിപ്രസാധ്യമല്ല ദേവന്മാരെ. എന്നാലും അങ്ങയുടെ ബുദ്ധി ഒന്ന് തെളിഞ്ഞ് പ്രവർത്തിച്ചാൽ. നാരദരുടെ ബുദ്ധി തെളിഞ്ഞു പ്രവർത്തിച്ചാൽ വഴി നാശത്തിലേക്കും തുറക്കും, നന്മയിലേക്കും തുറക്കും. നന്മയിലേക്കുള്ളൊരു വഴി തന്നെ കണ്ടുപിടിക്കാം. ആശ്വസിച്ചാലും. നാരായണ 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 ദേവർഷി. നാരായണ. പ്രണാമം ദേവർഷേ. പ്രണാമം. ഞങ്ങൾ ദേവർഷേ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അതിനൊരു വഴി തെളിഞ്ഞിട്ടുണ്ട് എന്നറിയിക്കാൻ നാം നിങ്ങളെ തേടി പുറപ്പെട്ടതാണ്. ദേവീ കോപം അകറ്റുക, അതല്ലേ പ്രശ്നം? അതെ. നമുക്ക് ആ ദൗത്യം ദുർവാസാവ് മഹർഷിയെ ഏൽപ്പിക്കാം. ദുർവാസാവ് പൊതുവെ കോപിഷ്ഠനല്ലേ നാരദരെ? രണ്ട് കോപങ്ങളും കൂടി ഏറ്റുമുട്ടിയാൽ പ്രപഞ്ചത്തിൽ തീപിടുത്തമുണ്ടാകില്ലേ നാരദരെ? നാരായണ നാരായണ. അഗ്നിദേവൻ അങ്ങനെ സംശയിക്കുന്ന സ്ഥിതിക്ക് ദുർവാസാവിനെ നിയോഗിക്കണു ദേവർഷേ. അതെ, കോപിഷ്ഠയായ ദേവിയെ തണുപ്പിക്കാൻ കോപിഷ്ഠനായ മുനിയെ തന്നെ ഏൽപ്പിക്കണം. പലർക്കും ദുർബുദ്ധി ഉപദേശിക്കുന്ന ദേവർഷിക്ക് ഇക്കാര്യത്തിലും ദുർബുദ്ധി പിണഞ്ഞില്ലേ എന്നൊരു സന്ദേഹം. ദേവശ്രേഷ്ഠരെ, ത്രികാലജ്ഞാനിയാണ് ദേവർഷി. ദേവീ കോപം അകറ്റാനുള്ള ദൗത്യം ദുർവാസാവിനെ ഏൽപ്പിച്ചാൽ അത് വിജയപ്രദമാകുമെന്ന് മനക്കണ്ണിൽ കണ്ടറിഞ്ഞിട്ടാണ് ദേവർഷി അങ്ങനെ ഉപദേശിച്ചത്. കോപം അകറ്റാൻ ദുർവാസാവ് തന്നെ യോഗ്യൻ. ഹോ, വായുദേവനെങ്കിലും തോന്നിയല്ലോ ഒരു ശീതക്കാറ്റ് വീശാൻ. വരുണ, മുള്ളെടുക്കുന്നത് മുള്ളുകൊണ്ടാണ്. പിന്നെ ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നും പറയാറുണ്ടല്ലോ. അതായത് ദേവിയുടെ ഉഷ്ണത്തെ, കോപത്തെ ദുർവാസാവിന്റെ ഉഷ്ണം കൊണ്ട് ശമിപ്പിക്കാമെന്നാണോ അങ്ങ് പറയുന്നത്? എന്നാൽ പ്രപഞ്ചത്തിന് തീപിടിക്കുമെന്ന് നമ്മുടെ പ്രയോഗം പിൻവലിച്ചിരിക്കുന്നു. ദുർവാസാവ് മഹർഷി തന്നെ ദേവിയുടെ കോപം ശമിപ്പിക്കട്ടെ. പക്ഷേ ദുർവാസാവ് മഹർഷിയുടെ മുന്നിൽ പോയി ഈ ആവശ്യം ആരാണ് ഉന്നയിക്കുന്നത്? ദേവേന്ദ്രൻ പോകട്ടെ. ദുർവാസാവിന്റെ മുന്നിൽ പോകാൻ ദേവേന്ദ്രന് ഭയമുണ്ടെന്നറിയാം. പണ്ട് ദുർവാസാവ് ഇന്ദ്രന് കൊടുത്ത ഒരു പുഷ്പഹാരം നിമിത്തം ദേവന്മാരെല്ലാം ജരാനര ബാധിച്ച് കൂനിക്കൂടിയ ചരിത്രം അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. നാരായണ നാരായണ. ദുർവാസാവിന്റെ മുന്നിൽ നാം തന്നെ പോയി ഈ ആവശ്യം ഉണർത്തിക്കാം.
നാരായണ 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 നാരായണ. പ്രണാമം മഹർഷേ. പ്രണാമം നാരദരെ. നാരദരെന്താ ഈ വഴിക്കൊക്കെ? നാം ലോകസഞ്ചാരിയാണല്ലോ. എവിടെയും ഏതു നേരത്തും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. വളരെ കാലമായില്ലേ അങ്ങയെ കണ്ടിട്ട്. ഇതുവഴി പോയപ്പോ അങ്ങയെ ഒന്ന് കണ്ടിട്ടാകാം മുന്നോട്ടുള്ള യാത്രയെന്ന് തീരുമാനിച്ചു. നാരദരെ, താപസനായ നമ്മെ വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാനായി നിങ്ങൾ വരില്ലെന്ന് നമുക്കറിയാം. നിങ്ങളുടെ വരവിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടാകും. അത് സതുദ്ദേശമാകാം, ദുരുദ്ദേശവുമാകാം. നാരായണ നാരായണ. മഹാമുനെ, ദുർവാസാവിനെ ദുരുദ്ദേശത്തോടെ സമീപിച്ചാൽ ദുരന്തമാണ് ഫലമെന്ന് അറിയാത്തവനല്ല നാരദൻ. സതുദ്ദേശവുമായിട്ടാണ് നാം വന്നിരിക്കുന്നത്. എങ്കിൽ അറിയിച്ചാലും. ഭണ്ഡാസുര വധത്തിന് ശേഷം ലളിതാംബിക ദേവി കൈവരിച്ച കോപം ഇപ്പോൾ മൂർധന്യതയിലെത്തിയിരിക്കുകയാണ്. ഘോരസ്വരൂപിണിയായി താണ്ഡവ നൃത്തമാടുകയാണ് ദേവി. നാം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുമുണ്ട്. യാഗം ചെയ്ത് ദേവിയെ ശാന്തസ്വരൂപിണിയാക്കുക എന്ന ദൗത്യം അങ്ങ് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് നാം വന്നത്. എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? പൊതുവെ കോപിഷ്ഠനായ നമ്മെ മാത്രമേ കണ്ടുള്ളൂ ദേവിയെ ശാന്തസ്വരൂപിണിയാക്കാൻ. നാരദരെ, മറ്റുള്ളവരെ പരിഹസിച്ച് തുച്ഛരാക്കുവാൻ വിരുദ്ധരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. നമ്മെ പരിഹസിക്കാതെ ഇറങ്ങിപ്പോകൂ. അയ്യോ, ഇതിനേക്കാൾ ഭേദം ലളിതാംബികയുടെ കോപമായിരുന്നു. മുനിശ്രേഷ്ഠ, നാം അങ്ങയെ പരിഹസിച്ചതല്ല എന്ന് ധരിച്ചാലും ദേവീ കോപം അകറ്റാൻ നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ട ഒരേ ഒഴിവ് അങ്ങു മാത്രം. ദേവന്മാരുടെയും മാനവരാശിയുടെയും രക്ഷ മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ രക്ഷപ്പെടാനുള്ള ദൗത്യമാണ് അങ്ങ് ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചാലും. ക്ഷിപ്രകോപിയും ശാപകുതികയും മാത്രമല്ല ദുർവാസാവ്, പ്രപഞ്ചത്തെ രക്ഷിക്കാൻ കഴിവുള്ള തപശക്തനുമാണെന്ന സത്യം ലോകമറിയട്ടെ മുനിശ്രേഷ്ഠ. അങ്ങ് ശാന്തത കൈവരിച്ച് ദേവിയെ ശാന്തത കൈവരിപ്പിച്ചാൽ. നാരദരെ, ഇപ്പോൾ പറഞ്ഞു കേട്ട അങ്ങയുടെ ഹിതോശക്തികളിൽ കളങ്കലേശമില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. നാരായണ നാരായണ. ആദിപരാശക്തിയുടെ ഭക്തനും ദാസനുമാണ് നാമെന്ന് അറിയാമല്ലോ. ലളിതാംബിയെ സൗമ്യ സ്വരൂപിണി ആക്കാനുള്ള ദൗത്യം അതിമഹത്തായ ദൗത്യമാണെന്ന് നാം അറിയുന്നു. ശരി, ആ ദൗത്യം നാം ഏറ്റെടുത്തിരിക്കുന്നു. നാരായണ 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 നാരായണ. ഓം ലളിതാംബികായേ നമഃ. 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 ഹേ ദേവി ലളിതാംബികെ, അവിടുന്ന് എന്താണ് ഇനിയും സൗമ്യ സ്വരൂപിണിയായി പ്രത്യക്ഷപ്പെടാത്തത്? നമ്മെ പരീക്ഷിക്കുകയാണോ? ദുർവാസാവിനെ അപേക്ഷിച്ചല്ല ശീലം, ആജ്ഞാപിച്ചാണ്. ഹേ ദേവി, ഘോരസ്വരൂപം വെടിയുക, ശാന്തസ്വരൂപിണിയായി പ്രത്യക്ഷപ്പെടുക, കളത്തിലെ ശ്രീചക്രത്തിൽ വന്നിരിക്കുക. ശാന്തസ്വരൂപിയായി ശ്രീചക്രത്തിൽ വന്നിരിക്കുക.
പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം സർവാലങ്കാരയുക്താം സതതം മഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം ശാന്തസ്വരൂപിണിയാകൂ ദേവി, ശാന്തസ്വരൂപിണിയാകൂ.